ഹലോ ഗായ്സ്, ഇപ്പം എൻ്റെ വീട്ടിൽ മഴക്കോളൊക്കെ കയറിക്കൊള്ളിരിക്കുക. അന്നേരം കുറച്ച് വ്യൂസ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. മഴക്കോളൊക്കെ അല്ലേ ഇരുണ്ട് കയറിയിരിക്കുമല്ലോ, കാണിച്ചു തരാം. എൻ്റെ കൊച്ചു പൂന്തോട്ടമുണ്ട്, മരങ്ങളൊക്കെ. അവസാനം വേറൊരു ഒരെണ്ണമുണ്ട്. നിങ്ങളുടെ അമ്മമാർക്കൊക്കെ അത് ചെയ്യാറ് ഈസി, നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഒരിലം കൊണ്ട് എൻ്റെ പൂന്തോട്ടത്തിലുള്ള ഒരു പൂവാണ്. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. അമ്മ കൊണ്ടുപോയി നട്ടു, പേരൊന്നും അറിയത്തില്ല. എൻ്റെ അച്ഛമ്മയാണ്. അതുമല്ല, ഇതിൻ്റെ കുഞ്ഞു തൈയും കൂടെ ഉണ്ട്. എൻ്റെ കുഞ്ഞു പൂ പിടിക്കുന്നു. ഞാൻ ഒന്നും കാണിച്ചു കണ്ടോ. ഇനി അടുത്ത പൂവിലോട്ട് പോവാ. അടുത്ത വരുന്ന പൂവാണ് ഇത്. ഒരു ഡാർക്ക് പിങ്ക്, മറ്റേതൊക്കെ ഒരു ലൈറ്റ് പിങ്ക് ആണ്. ഇതിൻ്റെ മുട്ട എനിക്ക് കുത്തിപ്പൊട്ടിച്ചെടുക്കുക ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതിൻ്റെ മുട്ടയ്ക്ക് ഇനി പിടിക്കുന്നേ ഉള്ളൂ. മൊത്തം ഉറുമ്പ് കയറിയിരിക്കുകയാണ്. അവസാനം ഒരു ഫ്രൂട്ടും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇനിയുണ്ട് ചെടികൾ, അത് കാണിച്ചിട്ട്. ഇന്നൊരു കാര്യം പറയട്ടെ, ഈ പൂവിൻ്റെ കണ്ട മുട്ട ഇങ്ങനെ വിരിയുന്നേ ഉള്ളൂ. അടുത്ത പൂവാണ് പാരിജാതം. നല്ല മണമൊക്കെ. നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാൻ മുമ്പേ കാണിച്ച 2 പൂക്കളില്ലേ, അതിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്ത് തരണേ നിങ്ങൾക്ക് അറിയാമെങ്കിൽ. ഒരെണ്ണം എന്താണ്ട മഞ്ഞ കളറിൽ നിൽക്കുന്നു, അത് വാടിപ്പോയതാണ് കേട്ടോ. ഈ എന്തൊരു കാറ്റത്. രണ്ടാമത്തെ കാറ്റ് വീശുമ്പോൾ ചിലപ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ വേഗം എടുക്കട്ടെ. കുഴപ്പമൊന്നുമില്ല, മഴയൊന്നും പെയ്തില്ല ഇപ്പോഴേ. ആദ്യമായിട്ട് ഇതിൽ നിന്ന് പൂ കിട്ടുന്നത്. മുമ്പ് ഒന്നും പിടിച്ച് നിൽക്കുന്നില്ലായിരുന്നു, ഇങ്ങനെ തന്നെ വയ്ക്കുമായിരുന്നു. ഇതെന്തോത്തിൻ്റെ മരമാണെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ തൂങ്ങിക്കിടക്കുമായിരുന്നു ഇങ്ങനെ. ഇത് വലുതായിരുന്നു, ഇപ്പോൾ വെട്ടിക്കളഞ്ഞതിൻ്റെ ശില്ലയല്ല. ഞാൻ അടുത്ത പൂവിലോട്ട് കിടക്കാം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നു. ഇവിടെ മൊത്തം തുളസിയാണ്. ഇവിടെ തുളസിയുടെ ഒരു കുട്ടാരം തന്നെ ഉണ്ട്. ഇപ്പോൾ വേണമെങ്കിലും വന്ന് പിച്ചാൻ. ഞാനിങ്ങനെ നടക്കുമ്പോഴേ ഒരു പൂമ്പാറ്റ. ആ പൂമ്പാറ്റ ചോദിക്കും, എന്താ ഈ പെണ്ണ് കാണിക്കുന്നേ, ഇങ്ങനെ വീഡിയോ എടുക്കുന്ന, മഴ തറന്ന് വന്നേ, ഇങ്ങോട്ട്, ഞാൻ ഒന്ന് ആസ്വദിച്ച് കളിച്ചോട്ടെ. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനെയൊക്കെ പിടിക്കും. അതുകൊണ്ടാണ് പേടിച്ചിങ്ങനെ പറയുന്നു. ചുമ്മാതാണ് പറഞ്ഞോന്ന് ഇനി ആർക്കറിയാം. എൻ്റെ ശബ്ദം കണ്ടാലേ പറയത്തില്ലേ, പനിയാണ് എനിക്ക്. ഞാൻ അമ്മയുടെ വീട്ടിൽ നിന്ന് ഞാൻ പാട്ട് 1ഉം പാട്ട് 2ഉം ചെയ്തില്ലേ, അങ്ങനെ ഞാൻ വരുന്ന വഴിക്ക് മഴ ചാറി. റെയിൻകോട്ട് ഇട്ടെങ്കിലും ഒരു വലിയ ഒരു ആനയുടെ അത്രയുള്ള ഒരു റെയിൻകോട്ടായിരുന്നു എനിക്ക് മേടിച്ചത്. അങ്ങനെ ഞാൻ കാറ്റ് കൊണ്ടുവന്ന് അങ്ങനെ എനിക്ക് പനിയും പിടിച്ച് തൊണ്ടവേദനയായിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലും മാറി. മാറിയില്ല, ഇപ്പോഴും ഉണ്ട്. ആ ദിവസം തന്നെ, രാത്രി തന്നെ ഞാൻ ഒന്ന് തിരിഞ്ഞുള്ളൂ. എൻ്റെ തള്ളുകളിൽ പോയി എവിടെ ഇടിച്ചെന്ന് പോലും കാണുന്നില്ല. ആ കാല് മൊത്തം ഇതാണ് അടുത്ത പൂവേ. നല്ല സോഫ്റ്റ്, അതിനെ പിടിക്കാൻ തന്നെ. തൊട്ട പഞ്ഞ് പോലെ ഇരിക്കും. എൻ്റെ പൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ പൂവൊന്നും കാണുന്നില്ല. ഇത് പൂ ഇടയ്ക്കിടയ്ക്കേ പിടിക്കത്തുള്ളൂ. ഇപ്രാവശ്യം പിടിക്കുന്നില്ല. കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ പിച്ചപ്പോഴൊക്കെ പൂവ് ഉണ്ടായിരുന്നേ. ദാണ്ട ഗൈസ്, ദാണ്ട എൻ്റെ പൂ. ഇനി അടുത്ത പൂവാ കാണിക്കാം. അടുത്ത പൂവാണ് അത്. അത് കാണാൻ ഇച്ചിരി പാടാ, പക്ഷെ നല്ല രസമാണ് കാണാൻ. ഈ കുറ്റിയുടെ ഇതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ട്. അത് ഭയങ്കര കാട് പിടിച്ചെടുക്കുക, പക്ഷെ അത്രയ്ക്ക് കാടില്ലേ. ഇതെന്തോന്ന് സാധനം, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറയണേ. ഞാൻ ഈ സാധനമൊന്നും ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇതിന് മുമ്പൊന്നും ഇല്ലായിരുന്നു. ഇവിടെ മൊത്തം ഉണ്ട്. ഇല്ലാത്തപ്പോൾ ഞാൻ ഇത് അമ്മ വെട്ടിയായിരുന്നു. ഞാൻ അവിടെ കിടന്ന് കളിക്കുമായിരുന്നു. ഈ ഇല വിചാരിച്ചിട്ടൊന്നും വിചാരിക്കില്ല. ഇതിൽ പാലപ്പൂവിൻ്റെ വലുതിൻ്റെ ഒരു സാധനം, അതെല്ലാം പൊഴിഞ്ഞു പോയി. അത് വിളക്ക് കത്തിക്കാൻ എടുത്തതാണെന്ന് തോന്നുന്നു, എല്ലാം തീർന്നു. ഇതുണ്ടോ ഈ മഞ്ഞ സാധനം, ഇതൊന്നുമല്ല മുള, നമ്മുടെ സ്വന്തം മുള. ഇങ്ങോട്ടങ്ങ് കിടക്കുക ചാഞ്ഞ്. വരുന്ന കഴിക്കാൻ ഞാൻ ഒരു സാധനം കാണിക്കാൻ പറഞ്ഞു. എന്നിട്ട് കാണിക്കാവേ, ഞാൻ അത് എടുക്കണ്ടായിരുന്നു. ഇതാണ് പിങ്ക് തെറ്റി. ഉണ്ടോ, ചുമപ്പ് തെറ്റിയും ഉണ്ട്. 2 സൈഡിലും ഉണ്ട്, ഫ്രണ്ടിലും ഉണ്ട് ബാക്കിലും ഉണ്ട് ചുമപ്പ് തെറ്റി. ഇത് ചുമപ്പ് തെറ്റി എല്ലാവർക്കും പിങ്ക് തെറ്റിയതാണ്. സത്യത്തിൽ ഇത് തെറ്റിയാ കേട്ടോ, പിങ്കാ. ഇത് എവിടുന്ന് കൊണ്ടുവന്നതാണെന്ന് പോലും എനിക്കറിയില്ല. ഈ ഇലയിൽ പൂവുള്ളായിരുന്നു, നല്ല ഭംഗിയുള്ള പൂവായിരുന്നേ. അതിപ്പോൾ പിടിക്കാന്നുള്ള ആ ദിവസം ഇല്ല. ഇപ്പം അത് മൊത്തം ഇങ്ങനെ ഇരിക്കുക. വേണ്ട, ഇത് കിളിക്കുന്നതിനുള്ളതാണ്. അടുത്ത പൂവാണ് ഇത് മണ്ടയിൽ ഇരിക്കും, ഇല്ലെങ്കിൽ ഞാൻ പിച്ചി കാണിക്കാമായിരുന്നു നിങ്ങൾ. ഇതിൻ്റെ ഇലയൊക്കെ ഇന്നത്താണ്.
ഇതിൻ്റെ അകത്ത് പൂക്കളുണ്ട്, ഇത് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. സൂര്യൻ വെട്ടം കാരണം. അടുത്ത പൂ കാണിക്കാം. അടുത്ത പൂവാണ് ഇത്. ഇതിൻ്റെ പേര് പോലെ എനിക്കറിയത്തില്ല. കാട്ടിച്ചെടി ഇത് എവിടുന്നോ കിളിച്ചു വന്നു, നട്ടതൊന്നുമല്ല. കണ്ടോ, ഇത് ഇനിയും വിരിയാനുണ്ട്, തോനെയുണ്ട്. കണ്ടോ, ഇങ്ങനെ ഒരു സൈഡ് ഇത്ര ഇങ്ങനെ ഇരിക്കുക. ഇനി അടുത്ത പൂ കാണിക്കാം. ഇനി അടുത്ത പൂ എല്ലായിടത്തും ഉള്ളേ. ഞാണ്ട കാശ് തെറ്റിയുടെ ഇത് വേറെ സൈസിലുള്ളതാണ്. ഇത് പഴമൊക്കെ പിടിക്കുന്നുള്ളേ. ഇത് തേനുള്ളത്. ഇടയ്ക്കൊക്കെ ഉണ്ടോ തെറ്റിയത്. അടുത്താണ് നമ്മുടെ സ്വന്തം പാലപ്പൂ. അടുത്ത പൂവാണ് ഇത് ഇങ്ങോട്ട് ചാഞ്ഞ് കിടക്കുന്നില്ല. മറ്റേ പൂവില്ല ഞാൻ മുമ്പേ കാണിച്ച വെള്ളം അതിൻ്റെ കണക്ക് ഇരിക്കുന്നത്. പക്ഷേ ഇത് ഒറ്റയായിട്ടാണ് വളരുന്നത്. കണ്ടോ, എൻ്റെ പൂ കാണുന്നോ, എൻ്റെ കാ കാണുന്നോ? കണ്ടോ, ഞങ്ങളുടെ അവിടെ ഒരു മാവ് മരം കൂടെ ഉണ്ട്, ഞാൻ കാണിച്ചത്. എൻ്റെ വ്യൂ ഒന്ന് എടുക്കട്ടെ. ഇത്രയേ ഉള്ളൂ പൂന്തോട്ടത്തിലുള്ള. ബാക്കി മൊത്തം മരങ്ങളാണ്, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ മൊത്തം ചെള്ളയാണ്. എന്തുവാ, മഴ പെയ്യുമ്പോൾ ഇത് മൊത്തം കെട്ടിക്കിടക്കും. ഞാൻ പാലമൊക്കെ പണിഞ്ഞ് വെക്കുതാണ്ട് ആ കല്ലേ കൂടെ ചവിട്ട്. അയ്യോ വെള്ളപ്പൊക്കമാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് ചാടും. ഇത് നമ്മൾ കണ്ട പൂമ്പാറ്റന്നില്ലേ, ഈ ഇല കണ്ടിട്ടൊന്നും വിചാരിക്കണ്ട. ഇതും തെറ്റിയാ കേട്ടോ. 3 തരത്തിലുള്ള തെറ്റികൾ. നിങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞേ. ഇതെന്തുവാ നിങ്ങൾക്കറിയാമോ? ഇത് അറിയാമെങ്കിൽ എന്ന് കമൻറ്റ്. എല്ലാം കമൻറ്റ് വേണ്ട, ആർക്കും അറിയത്തില്ല ഇത്. അടുത്ത് ഞാൻ കാണിക്കുന്ന ഒരു നെല്ലിമരമാണ്. ഇവിടോട്ട് നിൽക്കുന്ന തന്നെ അതിൽ ഒരു നെല്ലിക്ക പോലും പിടിച്ചിട്ടില്ല. ഇങ്ങനെ എനിക്ക് നല്ല സുഖമെന്നും പറഞ്ഞ് നിൽക്കുക. ഇവിടെ 2-3 റംബൂട്ടാൻ തൈ ഉണ്ട്, അതെങ്കിലും ഇനി പിടിച്ചാൽ മതി. നമ്മളെ കണ്ട പാല ഇതാണ്ട്, അത് വേറെ. അത് ഇവിടെ 2 ഉണ്ട് ആ പാല. തെറ്റിയുണ്ടില്ലേ. ഇനി നമ്മുടെ വ്യൂ കാണിക്കാൻ പോവാണ്. ആകെ ഈ പ്രാവശ്യം പഴുത്തിട്ടുള്ള ഈ മാങ്ങാമരം മാത്രം. പഴുത്തതൊക്കെ കിട്ടിയിട്ടുമുണ്ട്, ചിലത് തറയിൽ വീണിട്ടുമുണ്ട്. ആ ഷീറ്റിൻ്റെ പുറത്തും വീണിട്ടുണ്ട്. എല്ലാം നഷ്ടമായിപ്പോയി. എന്നാലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു മാങ്ങാമരമേ. ഈ ഇരുണ്ട് കിടക്കുന്ന മൊത്തം മഴക്കോളാണ്. ഇതുകൊണ്ട് ചേന ഞങ്ങൾ വിത്ത് പന്നലായിരുന്നേ, ഞങ്ങൾ ഇങ്ങോട്ട് ഇട്ടത്. ആണ്ട കിളിച്ച് വന്നിരുന്നു. വേറൊരെണ്ണം ഞങ്ങൾ നട്ടയാണ്. 1 മാസം കൊണ്ട് അത് കിളിച്ചായിട്ടതുകൊണ്ട് ഒരു കൊച്ചു കുട്ടികൾക്ക് വരെ ഈ ഇലക്കകത്ത് കിടക്കാൻ ഞാൻ വേണ്ട ഇത്രേ വലുത് ഇത്.